എന്താണ് ഈ അസർബൈജാൻ അർമേനിയ ഇഷ്യൂ? കഴിഞ്ഞ 6-7 മാസമായിട്ട് എൻ്റെ പല സുഹൃത്തുക്കളും ഇതിനെപ്പറ്റി പല സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല പോസ്റ്റുകളും വാർത്തകളും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ പറയുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണം, എന്താണ് യഥാർത്ഥ ഇഷ്യൂ, ഇതിൻ്റെ കാര്യം അറിയാൻ വേണ്ടി. അപ്പോൾ എന്താ അതിൻ്റെ ജിയോ പൊളിറ്റിക്സ്, എന്താണ് ഇതെന്താണ് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ടത് 1919 അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള ബോർഡർ ഡിസ്പ്യൂട്ട് അന്ന് മുതലാണ് ഇത് പ്രശ്നമുണ്ടാകുന്നത്. പിന്നീട് ഇത് സോവിയറ്റ് റിപ്പബ്ലിക്കിൻ്റെ അണ്ടറിലുള്ള സോവിയറ്റ് യൂണിയൻ്റെ അകത്തായിരുന്നപ്പോൾ തന്നെയും ഈ അർമേനിയയും അസർബൈജാനും നർമോക്ക് അതേപോലെ തന്നെ കർബാഖ്, ഈ 2 പ്രദേശം, ഇത് ഒരു പ്രദേശമാണ്, ആ റീജിയൻ അങ്ങനെയായി പറയുന്നത്. ഇത് റഷ്യൻ പേരാണ്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഞാനിത് ഗൂഗിൾ പ്രൊനൗൺസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റീജിയനിലാണ് പ്രശ്നം. ബേസിക്കലി ഇത് 1990കളുടെ തുടക്കത്തിലാണ് ഈ സോവിയറ്റ് യൂണിയൻ ശിഥിലമായിട്ട് റഷ്യൻ റിപ്പബ്ലിക്കാവുന്നു, മറ്റുള്ള പലതും പല റിപ്പബ്ലിക്കായിട്ട് മാറുന്നു. അപ്പോൾ ആ റഷ്യൻ ഫെഡറേഷനായി മാറുന്നു, മറ്റുള്ള പല റിപ്പബ്ലിക്കായിട്ട് മാറുന്നു. അപ്പോൾ ആ സമയത്ത്, ആ ഡിവിഷൻ ഉണ്ടായ സമയത്ത് അന്ത്രാഖ് എന്ന് പറഞ്ഞ മറ്റൊരു ചെറിയ റിപ്പബ്ലിക് അന്ന് ഫോർമേഷൻ വരുന്നു, എവേ ഫ്രം അസർബൈജാൻ. അസർബൈജാൻ ഇന്ന് മാറിയിട്ടാണ് അതൊരു പ്രത്യേക റീജിയനായിട്ട്, റിപ്പബ്ലിക്കായിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിരുന്നു നറാമാഗോ, അത് കർബാഖ് എന്ന് പറയുന്ന റീജിയൻ. ബേസിക്കലി ഇൻ്റർനാഷണൽ ബോർഡറിലാണെങ്കിലും ഇൻ്റർനാഷണൽ റെക്കഗ്നേഷനും ഈ പറയുന്ന കർബാഖ് റീജിയൻ എന്ന് പറയുന്നത് അസർബൈജാനിലാണ്. അവിടെ ഭൂരിപക്ഷം ജനങ്ങളും അസർബൈജാനീസും റഷ്യൻസുമാണ്. റഷ്യൻസും എത്നിക് അർമേനിയൻസാണ് അവിടെ താമസിക്കുന്നവർ. അപ്പം നിങ്ങൾക്ക് പിടികിട്ട് ആ റീജിയൻ എന്ന് പറയുന്ന അസർബൈജാൻ്റെയാണ്. അതായത് ആ പ്രദേശം ഏറ്റവും കൂടുതൽ ആൾക്കാരെന്ന് പറയുന്ന അവിടെയുള്ള ജനങ്ങളെന്ന് പറയുന്ന അസർബൈജാനീസാണ്. പക്ഷെ അവിടെ റഷ്യൻസും ഉണ്ട്, അർമേനിയൻ എത്നിക്കായിട്ട് ഇപ്പോൾ പുരാതന കാലം മുതൽ താമസിക്കുന്ന എത്നിക് അർമേനിയൻസ് എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ലോകത്തിലെ ആദ്യത്തെ സിവിലൈസ്ഡ്, അതായത് ക്രിസ്ത്യൻ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത് അതായത് AD 300കളിൽ അർമേനിയയിലാണ് ഉണ്ടായത്. അപ്പം അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അർമേനിയയുടെ ഈ എത്നിക്കായിട്ടുള്ള ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, അപ്പോൾ അതിനകത്ത് അവരിലൊരു ഭാഗം, നല്ല ഭാഗം താമസിക്കുന്നതും ഈ കർബാഖ് റീജിയനിലാണ്. ഇനിയും ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം, അതിനു മുമ്പ് മനസ്സിലാക്കുക, സോവിയറ്റ് ഭരിച്ചിരുന്നവരുടെ അവർ പറഞ്ഞിരുന്നത്, അർമേനിയയോട് പറഞ്ഞിരുന്നത്, കാരണം ഈ അർമേനിയൻ ഓർത്തഡോക്സും റഷ്യൻ ഓർത്തഡോക്സ്, അതായത് റഷ്യയിലുള്ള അർമേനിയൻ ഓർത്തഡോക്സും ഇവരെല്ലാം ഒരേ ചർച്ചും ഒരേ പരിപാടികളൊക്കെയാണ്. അതിൻ്റെ പേരിൽ, അതായത് റീജിയനുമായിട്ടുള്ള ബന്ധമല്ല, ഈ ചർച്ചുകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ റഷ്യ, അതായത് സോവിയറ്റ് യൂണിയൻ ഭരണാധികാരികൾ അർമേനിയൻ അന്നത്തെ ആ റീജിയൻ, അത് ആ റീജിയൻ ഭരിച്ചവരോട് പറഞ്ഞത് ഈ ഭാഗം അർമേനിയയുടെ കയ്യിലിരിക്കട്ടെ. കാരണം ചർച്ചിൻ്റെ പേരിലാണ്, മറ്റുള്ള റീജിയണൽ സ്പിരിറ്റിൻ്റെ പേരിലല്ല, ഡിവിഷൻ്റെ പേരിലല്ല പറയുന്നത്. അതുകൊണ്ട് 1941 മുതൽ അർമേനിയയിൽ റഷ്യയുടെ മിലിറ്ററി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഒരു കാരണവശാലും അസർബൈജാൻ ഇത് പിടിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പ്, അതായത് 4 ബറ്റാലിയനോളം റഷ്യൻ ഫോഴ്സ് ഈ കർബാഖ് റീജിയനിൽ അർമേനിയയ്ക്ക് വേണ്ടി പട്ടാളത്തിൻ്റെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അവിടെ ഉണ്ട്. അർമേനിയൻ പട്ടാളം എന്ന് പറയുന്നത് നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ 2023 ഏകദേശം 98,000 പേരേ ഉള്ളൂ. അവർ ഈ പറയുന്ന പോലെ വലിയൊരു പട്ടാള ഫോഴ്സോ സംഭവം, കാരണം റഷ്യയുടെ പിന്തുണ ഉണ്ടായതിൻ്റെ പേരിൽ അർമേനിയ ഒരു സെപ്പറേറ്റ് ഫോഴ്സ് ആകാനൊന്നും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും റഷ്യയുമായിട്ടുള്ള സൈനിക ബന്ധവും ഡിപ്ലോമാറ്റിക് റിലേഷനും അവരുടെ അലയൻസ് പാർട്ട്ണറായിരുന്നു ഈ അർമേനിയ എന്ന് പറയുന്ന ഈ രാജ്യം. ഇനി പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുന്നത് ഈ പുതിയ ഭരണാധികാരി അസർബൈജാനി വരുമ്പോൾ, അസർബൈജാനെ പറ്റി പറയുമ്പോൾ ഈ തെറ്റായ കാര്യങ്ങൾ, അത് ഇസ്ലാമിക് രാജ്യമാണെന്നൊക്കെ പറയുന്നത്, അതിൻ്റെ അകത്ത് തെറ്റായ പല കാര്യങ്ങളും പറഞ്ഞു തരാം. കാരണം ഇത് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം.
അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു രാജ്യമാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ രാജ്യത്ത് ഈ ബുർക്കായും വെയിലും ഈ ഹിജാബും എല്ലാം ബാൻ ചെയ്തൊരു രാജ്യമാണ്. കാരണം അറേബ്യൻ ഇൻഫ്ലുവൻസ് കൊണ്ട് അവിടെയും ഈ പറയുന്ന ഇസ്ലാമിക് ജിഹാദ് അവിടെ ഭയങ്കരമായിട്ട് ഫോർമേഷൻ ഉണ്ടായ ഒരു രാജ്യമാണ്. പിന്നീട് ആ രാജ്യത്തെ ഭരിച്ചിരുന്നവർ അതിനെ തകർക്കുവാൻ വേണ്ടി വളരെ സ്ട്രിക്റ്റായിട്ടുള്ള മെഷേഴ്സും ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ആ സാമ്പത്തിക സംഭവത്തെ മുഴുവൻ ഇതിനെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അസർബൈജാൻ ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് ഇസ്ലാമിക വൽക്കരണത്തെ എതിർക്കുവാൻ തുടങ്ങിയത്. മറ്റേതിൻ്റെ ടൂറിസം സ്പോട്ട് നോക്കുവാണെങ്കിൽ 2023 ഏറ്റവും ഇന്ത്യക്കാർ ഏകദേശം 1,23,000 പേരാണ് അസർബൈജാനി ടൂറിസ്റ്റുകളായിട്ട് പോയത്. ടൂറിസം വലിയ GDPയുടെ വലിയ വരുമാനമായിട്ട് ആ രാജ്യത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഉക്രൈൻ റഷ്യ വാർ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ റഷ്യ ഒരു തീരുമാനം എടുക്കുന്നു. ഈ അർമേനിയയിലുള്ള റഷ്യയുടെ പട്ടാളക്കാരെ പിൻവലിക്കാൻ. അതായത് അവിടുന്ന് അവരെ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. അസർബൈജാൻ പട്ടാളം കയറി കർബാക്ക് റീജിയനിലോട്ട് ആക്രമണം നടത്തുന്നു. അവരവിടെ പിടിച്ചെടുക്കുന്നു. അവിടെയുള്ള അർമേനിയക്കാർ ഏകദേശം 1.5 ലക്ഷത്തോളം പേര് അവിടുന്ന് അർമേനിയൻ ക്യാപിറ്റലിലോട്ട് പോകുന്നു. ഇവിടെ റഷ്യ കാണിച്ച ചതിയാണ് അർമേനിയയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. കാരണം അർമേനിയ റഷ്യയാണ് പിന്തുണച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിൽ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അർമേനിയയ്ക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അസർബൈജാൻ്റെ അടുത്ത് കിടക്കുന്ന ഇറാനാണെങ്കിലും ടർക്കി ആണെങ്കിലും അസർബൈജാനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് സൈനികമായിട്ടും വെപ്പൺസും കൊടുത്ത്, റഷ്യയുടെ അല്ലാത്ത വെപ്പൺസ് കൊടുത്ത് ഈ അസർബൈജാനെ സപ്പോർട്ട് ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യം, അതായത് പുടിൻ്റെ രാജ്യം, അവർക്ക് അസർബൈജാൻ്റെ സപ്പോർട്ടിന് വേണ്ടി അവർ അർമേനിയയെ പൂർണ്ണമായിട്ടും ചതിച്ചിട്ട് അസർബൈജാൻ്റെ കൂടെ നിന്നു. ഇതാണ് അവിടെ പ്രശ്നമുണ്ടാകുകയും അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യം കർബാക്ക് എന്ന് പറഞ്ഞ റീജിയൻ പിടിച്ചെടുക്കുകയും ഇതിൻ്റെ പേരിൽ ഒരു ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ 2 ദിവസം മുമ്പ് അർമേനിയൻ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുന്നു. റഷ്യയുമായിട്ടുള്ള മുഴുവൻ ഡിപ്ലോമാറ്റിക് റിലേഷൻ, സൈനിക സംഭവം കട്ട് ഓഫ് ചെയ്തിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകുവാനും നാറ്റോയിൽ അംഗമാകാനും ശ്രമിക്കുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്.